പോറ്റിയെ കയറ്റിയ പാരഡി പാട്ടിനെതിരെ നടപടി ആരംഭിച്ച സംസ്ഥാന സർക്കാർ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ നിന്നും പാട്ട് നീക്കം ചെയ്തു തുടങ്ങി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നുമാണ് പാട്ടുകൾ നീക്കം ചെയ്തത്. പാട്ട് നീക്കം ചെയ്യുന്നതിനായി മെറ്റയ്ക്ക് കത്ത് നൽകാനും ആലോചനയുണ്ട്. പാരഡി പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. പാരഡി പാട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ നിന്നെല്ലാം പാട്ട് നീക്കം ചെയ്തു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്നാണ് പാട്ടുകൾ നീക്കം ചെയ്തത്. ഇന്നലെയും ഇന്നുമായി 36ലധികം അക്കൗണ്ടുകളിൽ നിന്നായാണ് പാട്ട് നീക്കം ചെയ്തത്. അവശേഷിച്ച പാട്ടുകൾ കൂടി നീക്കം ചെയ്യുവാനുള്ള ശ്രമവും സർക്കാർ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മെറ്റയ്ക്ക് കത്തെഴുതാനൊരുങ്ങുകയാണ് സർക്കാർ. തിരുവാഭരണപാത സംരക്ഷണ സമിതി എന്ന സംഘടന പാട്ടിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മതവികാരം വ്രണപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഗാനരചയിതാവ് അടക്കം 4 പേർക്കെതിരെയായിരുന്നു കേസ്. ഇതിന് പിന്നാലെയാണ് പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നടക്കം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. സ്വർണ്ണക്കുള്ള പാരഡി ഗാനത്തിൽ CPM കടുത്ത പ്രതിരോധത്തിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ പരാജയത്തിന് ഈ ഗാനം വഴിവെക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പാട്ടിനെതിരെ CPM പ്രതികാര നടപടി ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം.